മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. സിനിമാ മേഖലയിലെ വിവാദങ്ങളെ തുടർന്ന് അദ്ദേഹം അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അതിനുശേഷം ആദ്യമായിട്ടാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നത്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. നമുക്കറിയുന്നത് പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെ വന്ന ഈ നടന്മാർക്കടക്കം എതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ അത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുന്നത്. മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്നു അമ്മയുടെ. മോഹൻലാൽ അടക്കമുള്ളവർ രാജിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മോഹൻലാൽ ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല എന്നുള്ള വലിയ വിമർശനങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇത്രയും ശക്തനായ സിനിമാ മേഖലയിൽ ഇത്രയും ശക്തനായ ഒപ്പം അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? പ്രത്യേകിച്ച് ഈ സിദ്ദീഖ് അടക്കമുള്ള മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിട്ടും മലയാളത്തിലെ ഏറ്റവും ശക്തനായ നടൻ മോഹൻലാൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ വെച്ച് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് തിരുവനന്തപുരം ഹയാത്ത് ഹോട്ടലിൽ ഈ പരിപാടി നടക്കുന്നത്. KCL കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ലോഞ്ച് പരിപാടിക്ക് ശേഷമാകും മോഹൻലാൽ മാധ്യമങ്ങളെ കാണുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിൽ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അല്ലെങ്കിൽ മോഹൻലാലിൻ്റെതായിട്ടുള്ള നിലപാട് ഇന്ന് വ്യക്തമാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.